ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സമൂസ ഡോല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതിന് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തത് ചെറുതായിട്ട്, ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സവാള കട്ട് ചെയ്തത് ഇട്ടെടുക്കാം. ഇഞ്ചി കട്ട് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക്, നല്ല ഇളക്കി കൊടുത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കൂടി ഇട്ടെടുക്കാം. മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നല്ല വാടി വരട്ടെ. ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ നല്ല വാടി വന്നു. ഇനി നമുക്കത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂട് പോയിട്ട് തയ്യാറാക്കാം. നമ്മൾ സമൂസയുടെ പോലെ വെച്ചിട്ടല്ല ഉണ്ടാക്കണേ. സമൂസയുടെ പോലെ ഒന്നെടുത്തിട്ട് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പോവാം. നമ്മൾ മസാല ഇതിൽ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. നമ്മൾ മടക്കിയിട്ട് മൈദമാവ് 2 ടീസ്പൂൺ കലക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഈ സൈഡും പിടിപ്പിക്കണം, തേച്ചിട്ട് ഒട്ടിക്കണം. നമുക്കിങ്ങനെ ഓരോന്ന് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നു. നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയിൽ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കൂട്ടുകാരൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും ഷെയർ ചെയ്യുന്നുണ്ടും ലൈക്ക് ചെയ്യുന്നുണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും അമർത്തുന്നുണ്ടും. നമുക്ക് നോമ്പുറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന എണ്ണപ്പലഹാരമാണ്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പലഹാരം റെഡി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും റെഡി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് എണ്ണയിലിട്ടിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. നമ്മൾ ടേസ്റ്റിയായ സ്നാക്ക്, ഇഫ്താർ സ്നാക്ക് റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.